ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്? നിങ്ങളോട് ജസ്റ്റ് ചാർട്ടിംഗ് എന്ന ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനായിരുന്നു. നിങ്ങൾ സ്റ്റോക്കുകളൊക്കെ നോക്കിയിരുന്നോ? സ്റ്റോക്കുകളുടെ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കുകൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കണ്ടെത്താറുള്ളത് സാധാരണ. അതുപോലെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ചാർട്ടിംഗ് ആണ്. ചാർട്ടിംഗിൽ നിന്ന് ഇതുപോലെ സ്ക്രീനേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊന്നും നമുക്കിപ്പോ എൻട്രി എടുക്കണ്ട എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കത് 100% അങ്ങോട്ട് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് വേണ്ടി സ്റ്റോക്കുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല നിലവിലുള്ളത്. ഇപ്പൊ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അധികം ഡൗൺ ആയിട്ടില്ലെങ്കിൽ പോലും സ്മോൾ ക്യാപ് സെക്ടർ ആണെങ്കിലും മിഡ് ക്യാപ് സെക്ടർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റോക്കുകൾ ഇപ്പൊ നോക്കി വെച്ചാൽ മതി. നല്ലൊരു മാർക്കറ്റ് നല്ല സ്റ്റേബിൾ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രികൾ എടുക്കാവുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോ പുതിയ എൻട്രികളൊന്നും എടുക്കാറില്ല, എടുത്തിട്ടില്ല, നിലവിൽ പുതിയ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. മിഡ് ക്യാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിഡ് ക്യാപ്പ് നിഫ്റ്റി 1.77% ഇന്നും ഡൗൺ ആണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഫാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് ഒക്കെ ഫാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം ഓവർ വാല്യൂഡ് ആണെന്നൊരു തോന്നലുള്ളത് കൊണ്ടൊക്കെയാണ് ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത്. ഏകദേശം 7-8% അടുത്ത് ഡൗൺ ആയിട്ടുണ്ട് മിഡ് ക്യാപ് സെക്ടർ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനൊന്നും സ്റ്റോക്കുകൾ പരിഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പുതിയ സ്റ്റോക്കുകളൊന്നും സ്വിംഗ് ട്രേഡിംഗ് എടുക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്കുകൾ ചാർട്ട് എടുത്ത് നോക്കിക്കൊണ്ട് വാച്ച് ചെയ്താൽ മാത്രം മതി. അല്ലാതെ എൻട്രി എടുക്കണം എന്നില്ല. ഇപ്പൊ നിലവിലെ കണ്ടീഷനിൽ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ പുതിയ ടെക്നിക്കുകളൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ഒരു ഓവർവ്യൂ പോലെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പിന്നെ അതിനുശേഷം നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എടുത്തു, അതിന്റെ കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞു, ടെക്നിക്കൽ ടൂളുകൾ പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ ചിലപ്പോൾ ക്ലിയർ ആവാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനുണ്ടായിരിക്കാം. വാട്സാപ്പിൽ ചോദിച്ചിട്ട് ഞാൻ റീപ്ലൈ തരാതിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയം ചോദിക്കാനില്ല. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടൂളുകളൊക്കെ യൂസ് ചെയ്ത് ട്രേഡുകൾ എടുത്ത് നോക്കാറുണ്ടോ? എടുത്ത് നോക്കിയിട്ട് എന്താണ് അവസ്ഥ? പ്രോഫിറ്റബിൾ ആയി പോകുന്നുണ്ടോ? അതോ ടെക്നിക്കുകൾ വർക്ക് ആവുന്നുണ്ടോ? ഇതേപോലെ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഒരു 3 എടുത്തു. അപ്പൊ 2-3 പോസിറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ആണെങ്കിൽ അപ്പൊ അടുത്ത ദിവസം അത് ഫുള്ള് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആവും. സ്വിംഗ് ട്രേഡിംഗ് ആണോ അതോ ഇൻട്രാഡേ ട്രേഡിംഗ് ആണോ? സ്വിംഗ് ആണ്. സ്വിംഗ് ട്രേഡിംഗ് കുറച്ച് മുമ്പ് എടുത്താണോ? ഇല്ല, കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച. അത് പ്രോഫിറ്റബിൾ ആണോ അതോ ലോസിലാണോ ഇപ്പോൾ ഉള്ളത്? സ്റ്റോക്ക് ഏതൊക്കെയായിരുന്നു? പ്രോഫിറ്റിലാണുള്ളത്. ഏതൊക്കെയായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്? ഒന്നുള്ളത് മഹീന്ദ്ര ബാങ്ക്, പിന്നെ വിപ്രോ, INFIBM. കൊട്ടക് മഹീന്ദ്ര ബാങ്കാ? വിപ്രോയും പിന്നെ വിപ്രോ ഉണ്ട്, പിന്നെ INFIBM. വിപ്രോ പിന്നെ ഏതാണ്? FIBEM. ഇൻഫിബിമോ? ഇൻഫിബിയം. ഓക്കെ, ഇതൊക്കെ ചാർട്ട് നോക്കിയിട്ട് തന്നെയായിരുന്നു എടുത്തിരുന്നത്? ചാർട്ട് നോക്കിയായിരുന്നു. കയറുന്നൊരു ഇത് കണ്ടപ്പോ എടുത്ത്. ഓക്കെ,
അതിപ്പോ എല്ലാം പോസിറ്റീവിലാണ് പോണേ. ഓക്കെ, ഇത് സപ്പോർട്ടും അല്ല സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? നോക്കുന്നുണ്ട്. എല്ലാ സ്റ്റോക്കും എത്രയാണ് നോക്കുന്നുണ്ട്. റിസ്ക് 1:2 വെച്ച്. റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? 1:2 നോക്കണം. മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ ഓക്കെ, അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് നോക്കാറുണ്ടോ? പൊസിഷൻ പ്രൈസിങ് നോക്കുന്നില്ല. ഇല്ല അല്ലേ? അതും കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ചെറിയ ക്വാണ്ടിറ്റികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ആ ഒരു ചെറിയ ക്യാപിറ്റൽ ക്വാണ്ടിറ്റി എടുത്തേക്കണം. നമ്മൾ അത്യാവശ്യം നല്ല ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ട്രേഡിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ലോസ് വീണ്ടും ഒരു പരിധി വരെ റിസ്ക് കുറക്കാൻ സാധിക്കും. അതൊന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന്. അതായത് ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഇപ്പൊ 1 lakh ആണെന്ന് വിചാരിക്കാം. ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളിലും നമ്മൾ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോ നമ്മൾ ഒരു ട്രേഡിൽ 10,000 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും നമ്മൾ 10,000 രൂപ മാത്രമേ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് ആണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ഷെയറിന് എത്ര റേറ്റ് വരുന്നത്? ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം, 2,826 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ 10,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ 11,300 വന്നു. ഇവിടെ നോക്കുമ്പോൾ 3 ആണെങ്കിൽ 8,400 വരുന്നത്. അതുപോലെ തന്നെ 4 ആണെങ്കിൽ 11,300. പക്ഷെ നമുക്ക് 10ന്റെ മുകളിലേക്ക് അധികം റേഞ്ച് വരെ ഒന്നും പോകണ്ട. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 3 ഷെയർ എടുക്കാം. ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കേണ്ടത്? 3 ഷെയർ എടുക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഈ വിപ്രോ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 10,000 ആണ് നമ്മുടെ പൊസിഷൻ സൈസിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 19 സ്റ്റോക്ക് എടുക്കാം. വിപ്രോ ആണെങ്കിൽ നമുക്ക് ഒരു 19 സ്റ്റോക്ക് എടുക്കാം. 19ഓ 20ഓ സ്റ്റോക്ക് എടുക്കാം. നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളും എറൗണ്ട് സെയിം ക്യാപിറ്റൽ വരുന്ന രീതി. എന്തായാലും ഏകദേശം ഒരേ ക്യാപിറ്റൽ വരില്ല, ഒരേ റേഞ്ചിൽ വരുന്ന രീതിയിൽ എടുക്കുക. അതായത് നമ്മളിപ്പോ ഒരു 10 ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10ന്റെ ക്യാപിറ്റൽ ഏകദേശം ഒരേ റേഞ്ചിലാക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് വലിയ ഡിഫറൻസ് വരാൻ പാടില്ല. അതായത് നമ്മുടെ ക്യാപിറ്റൽ 1 lakh ആണ്, നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ 30,000 രൂപക്ക് എടുത്തു, ബാക്കി സ്റ്റോക്ക് നമ്മൾ 10,000-നും 5,000-നും 3,000-നും 4,000-നും അങ്ങനെ നമുക്ക് തോന്നിയ രീതിയിൽ എടുക്കുന്നതിന് പകരം എല്ലാ ട്രേഡുകളിലും സെയിം ക്യാപിറ്റൽ റേഞ്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഓക്കെ ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് എടുത്തു പോയാൽ, അങ്ങനെ എടുത്തു പോകുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് 10%, പ്രോഫിറ്റ് 20%, ലോസ് 10% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓരോ ട്രേഡുകളിലും നമ്മുടെ പ്രോഫിറ്റിന്റെ റേഞ്ചും ലോസിന്റെ റേഞ്ചും ഏറെക്കുറെ സെയിമിനെ ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസ്ക് ഒന്നുകൂടി കുറയും. നേരെ മറിച്ച് നമ്മുടെ ക്യാപിറ്റൽ 1 lakhും നമ്മൾ 1 lakh ക്യാപിറ്റൽ 30,000 രൂപക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്തു വിചാരിക്കും. 30,000 രൂപക്ക് ഒരു സ്റ്റോക്ക് എടുത്തു, ആ സ്റ്റോക്കിന്റെ 10% ലോസ് ആണ് എത്രയാണ്? 3,000 ആണ്. നമ്മൾ വേറെ സ്റ്റോക്ക് എടുക്കുന്നു, 5,000 രൂപക്ക് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നു, അതിൽ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടി. 5,000-ന് 20% എത്രയാണ്? 1,000 രൂപ. അപ്പൊ ഈ 20% കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആകെ 1,000 രൂപയും 10% ലോസ് വന്ന ട്രേഡിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ലോസ് എത്രയാണ്? 3,000 രൂപ. അപ്പൊ ആ ഒരു നഷ്ടം, അപ്പൊ നമുക്ക് ലോസ് വരുമ്പോൾ 3,000, പ്രോഫിറ്റ് ആകെ 1,000 വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട്, ആ റിസ്ക് ഒഴിവാക്കാനാണ് ഈ ഒരു പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി ക്ലിയർ ആയി. ഓക്കെ, ഇനി അമൽ മൊയ്തീൻ. അമൽ മൊയ്തീൻ ബ്രോ പറഞ്ഞോളൂ. ഏതൊക്കെ എന്ത് ട്രേഡ് എടുക്കാറുള്ളത്? ഇൻട്രാഡേ ആണോ സ്വിംഗ് ട്രേഡിംഗ് ആണോ? ഇന്ന് ഇൻട്രാഡേ എടുത്തത്. സ്വിംഗ് എടുക്കാറുണ്ട്. ആ, ഇൻട്രാഡേ ട്രേഡിംഗിൽ എന്തൊക്കെ മെത്തേഡ്, തലേ ദിവസം സ്റ്റോക്കുകൾ നോക്കി വെക്കാറുണ്ടോ? നോക്കി വെക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ഏതൊക്കെയാണ്? ചാർട്ട് ലിങ്കിനകത്ത് കയറി. ഇന്ന് കാനറ ബാങ്കും പിന്നെ ഹിൻഡ് കോപ്പറും വിപ്രോയും. യൂസ് ചെയ്യുന്നത് അതാണ് ചാർട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ചാർട്ടിങ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗിനാണ് യൂസ് ചെയ്യുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ആണോ? എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡ് വെച്ച് ഞാൻ ഇൻട്രാഡേ എടുത്തത്. കാനറയും പിന്നെ ഏതാണ്? ഇന്ന് കാനറയും വിപ്രോ എടുത്ത് ഹിൻഡൽ കോപ്പർ, അത് ഹിന്ദുസ്ഥാൻ കോപ്പർ. ഓക്കെ, ഹിന്ദുസ്ഥാൻ കോപ്പർ. വിപ്രോയും ഹിന്ദുസ്ഥാൻ കോപ്പർ അല്ലേ? 3 ലോസാ? 1:2 ആയിരുന്നു. 1:2 എല്ലാം SL ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റിനെ കൊണ്ടുപോയി. എത്രയാണ് SL? എത്ര പെർസെന്റേജാ? 0.5ഓ? ഞാൻ ഇപ്പൊ 2 പോയിന്റ് 3 പോയിന്റ് അങ്ങനെ വയ്ക്കുന്നത്. 265 263 അങ്ങനെ വയ്ക്കുന്നത്. പോയിന്റ് ആണോ നോക്കുന്നത്? പോയിന്റാ വയ്ക്കുന്നത്.
പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹിന്ദുസ്ഥാൻ കോപ്പർ ആണെങ്കിൽ 2 പോയിന്റ്. അപ്പൊ ഏഷ്യൻ പെയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര വെക്കപ്പോ? 2 പോയിന്റോ? ഏഷ്യൻ ഏഷ്യൻ പെയിന്റ് നോക്കട്ടെ, ചാർട്ട് നോക്കട്ടെ. അല്ല, 2,800 ഷെയർ ആണ്. ഒരു എക്സാമ്പിൾ ചോദിച്ചതാണ്. ഏഷ്യൻ പെയിന്റ്സ് ആണ് അത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അതിന്റെ പേഴ്സന്റേജ് വരും, ആ വലിയ എമൗണ്ട് തന്നെ വരുന്നതാണ്. ആ, ഓക്കെ ഓക്കെ. അത് പെർസെന്റേജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് 3% ലോസും 6% പ്രോഫിറ്റ് അങ്ങനെ അയക്കുന്നത്. 0.5 അല്ലെങ്കിൽ 1 അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. ആ ആ ഇപ്പൊ നമ്മള് ചാർട്ടിങ് യൂസ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനല്ല, നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് ആ ഒരു കാര്യം നോക്കിയാൽ മതി. പിന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ആണെങ്കിൽ ഇന്നത്തെ സ്റ്റോക്കിന്റെ നമ്മള് ഒരു സ്ട്രാറ്റജി പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഓപ്പൺ ഹൈ ലോ, അത് ഓർമ്മയുണ്ടോ? ഓപ്പണിംഗ് റേഞ്ച് ആ, ബ്രേക്ക്ഔട്ട്. അത് ഇതുവരെ നോക്കിയിട്ടില്ല. ഓപ്പൺ ഇതാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ആണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ആണ്. ഓക്കെ, ഇത് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. പിന്നെ രണ്ടാമത്തത് ലോ ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഇത് അതിന്റെ ലോ ആണ് വരുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇന്ന് ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് ഒന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളതിന്റെ കൂട്ടത്തില് പിവറ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്താ കാണുന്നത് നോക്കാം. പിവറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമുക്കിവിടെ ഈ ഒരു ലെവലില് റെസിസ്റ്റൻസ് കാണാം. ഇവിടെ നമ്മൾ പിവറ്റ് പോയിന്റ് ഈ ഒരു ലെവലിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ആവറേജ് നോക്കിയിട്ടുള്ള പിവറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ലോ കാണിക്കുന്നുണ്ട്. ഇതാണ് ലോ, ഇതാണ് ഹൈ. നമുക്കിവിടെ സപ്പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ലെവൽ സപ്പോർട്ട് നമുക്ക് വരച്ചൂടെ? അപ്പൊ നമുക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരമുള്ള ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഷോർട്ട് സെല് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസ് എടുത്ത് നോക്കിയാലേ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ ഒരിക്കലും ചാർട്ടിങ് യൂസ് ചെയ്യരുത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇതുപോലത്തെ ടെക്നിക്കൽ ടൂളുകളാണ് യൂസ് ചെയ്യേണ്ടത്. സപ്പോർട്ട്, റെസിസ്റ്റൻസ് നോക്കുക. അതുപോലെ തന്നെ പല ചാർട്ട് പാറ്റേൺസ് ഉണ്ടല്ലോ, പല ടൈപ്പിലുള്ള ചാർട്ട് പാറ്റേൺസ് ഉണ്ടല്ലോ. ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പാറ്റേൺസ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ അതിലേക്ക് ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഓപ്പൺ ഹൈ ലോ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഹൈ ലോ അല്ല, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് മാത്രം നോക്കിക്കൊണ്ട് ട്രേഡ് എടുക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ആ രീതിയിൽ എടുത്ത് നോക്കുക. നമ്മൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് ട്രേഡുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പാറ്റേൺ യൂസ് ചെയ്തിട്ടും നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടും നമ്മൾ മറക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഫോളോ ചെയ്യേണ്ട 2 മെത്തേഡാണ് പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ 40% സക്സസ് റേറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആയി പോകാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന 10ൽ 4 നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റിയാൽ മതി, നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിയും കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ അത്തരത്തിൽ ആ സ്ട്രാറ്റജി, ആ ഒരു മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയി മാറാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന 10ൽ 4 നമ്മളെ കൊണ്ട് പ്രോഫിറ്റബിൾ ആക്കാൻ എന്തായാലും സാധിക്കും. നമ്മൾ ആ രീതിയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും. പക്ഷെ 4 പ്രോഫിറ്റബിൾ ആകുമ്പോൾ ആ 4 എങ്ങനെ, ഈ 6 ലോസിനെ എങ്ങനെ 4 പ്രോഫിറ്റ് കൊണ്ട് മറികടക്കാം എന്നുള്ള മെത്തേഡാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 എങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ സൈസിങ്ങും. അപ്പൊ നമ്മൾ ആ മെത്തേഡുകൾ എന്തായാലും ഫോളോ ചെയ്ത് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് നമ്മൾ എങ്ങനെയാണെങ്കിലും ഫോളോ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ ചാർട്ട് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ചാർട്ട് പാറ്റേൺസ് ഉണ്ടല്ലോ, അതായത് പ്രൈസ് ആക്ഷൻ ടൂളുകൾ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്ക് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കണ്ടേ. പക്ഷെ നമ്മൾ ഒരു ചാർട്ട് പാറ്റേൺ കണ്ടതുകൊണ്ട് സ്പോട്ടിൽ ട്രേഡ് എടുക്കണം എന്നില്ല. നമുക്ക് അതിന് പുറമെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഏഷ്യൻ ബേസിന്റെ ചാർട്ടാണ്. ഇത് നോക്കിയാൽ നമുക്ക് 9:15 ക്യാൻഡിലാണിത്. ഈ 9:15 ക്യാൻഡില് ഇതാണ് അതിന്റെ ഹൈ വരുന്നത്, അതിന്റെ ലോ ആണ് ഈ വരുന്നത്.
ഇന്ന് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കിന്റെ പ്രൈസ് ലോ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് പോയിട്ടുള്ളത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, എൻട്രി എടുക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് പരിഗണിക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ലോ ഒക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കാൻ സാധിക്കും, ഇവിടെ എടുക്കാമായിരുന്നു. അതുപോലെ തന്നെ പിവറ്റ് പോയിന്റ് S1 അവിടെ വരുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് 1 കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കണം എന്നില്ല. നമുക്ക് ആദ്യം ചെറിയ ക്യാപിറ്റലുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് എടുത്തു നോക്കാവുന്നതാണ്. എടുത്ത് ഇത് സക്സസ് ആവുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ട് വലിയ ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിന്റെ പുറകെ പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ലാഭമല്ല നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നിലനിൽപ്പാണ് പ്രശ്നം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റ് അല്ല, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും നമുക്ക് ആ സ്ട്രാറ്റജി സക്സസ് ആക്കാനുമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്ക് എങ്ങനെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലോസ് കാണുമ്പോൾ നമുക്ക് നിരാശയായിരിക്കും. പക്ഷെ ആ നിരാശ മറികടക്കണമെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആദ്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇത്രയും എടുത്തു പോയതിൽ അതിന്റെ ഒരു ഓവർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് ആയിരിക്കും. അതായത് ഒരു സ്റ്റോക്ക് എങ്ങനെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ള ഫണ്ടമെന്റൽ സ്റ്റഡിയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ചാർട്ട് ലിങ്ക് വഴി എങ്ങനെ എടുക്കുന്നേ? സ്റ്റോക്ക് സെലക്ഷൻ ചാർട്ടിംഗ് ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. ചാർട്ടിങ്ങിലുള്ള സ്റ്റോക്കുകൾ യൂസ് ചെയ്യാറില്ല. ചാർട്ടിങ്ങിലാണെങ്കിലും ഇൻട്രാഡേ ടൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇൻട്രാഡേയിൽ നമ്മൾ പറയുന്നത് മറ്റേ ഇതുണ്ടല്ലോ, ഓപ്പൺ ഹൈ ലോ എന്നൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഓപ്പൺ ഹൈ ലോ എന്ന ഇൻഡിക്കേറ്റർ. അത് നമുക്ക് ഇത് ചാർട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും. ഇൻട്രാഡേ ബെയറിഷ് സ്കാനും ഉണ്ട്, ഇൻട്രാഡേ ബുള്ളിഷ് സ്കാനും ഉണ്ട്. നമുക്കിവിടെ ബൈ ഓപ്പൺ ഈക്വൽസ് ടു ലോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ലോ ഈസ് ഈക്വൽ ടു ഹൈ എന്നൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഇത്തരത്തിൽ സ്കാനേഴ്സ് എടുക്കുക, നമ്മൾ നോക്കുക, സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കുക. ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സ്റ്റോക്കും കാണുന്നില്ല. ബ്രോ നോക്കിയിരുന്നത് ഇൻട്രാഡേ സ്കാൻ, ഈ സ്കാൻ ആയിരുന്നു എടുത്തിരുന്നത് അമൽ മൊയ്തീൻ? അല്ലല്ല, ഇതല്ല എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നു. ഓപ്പൺ ഹൈ ഗ്രേഡ് ഈക്വൽസ് ടു SMA 50 ആണ് എടുത്തത്. അതുവഴി ഇന്ന് എടുത്തത്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു സ്കാൻ വഴി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ നമുക്ക് ബുള്ളിഷ് മൂവ്മെന്റ് തരാം എന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ നമ്മൾ എടുക്കുന്ന ഡേ തന്നെ അത് മുകളിലേക്ക് കയറി പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരാം, നെക്സ്റ്റ് ഡേ ചിലപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോവാം. ആ സ്വിംഗ് ട്രേഡിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 ഡേ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റോ 50 മിനിറ്റോ അല്ല യൂസ് ചെയ്യുന്നത്.
നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ സാധാരണ ഇത്തരത്തിലുള്ള സ്കാനേഴ്സ് യൂസ് ചെയ്യാറില്ല. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ജസ്റ്റ് സ്റ്റോക്കുകൾ, കുറച്ച് സ്റ്റോക്കുകൾ പറഞ്ഞല്ലോ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യും. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്നാണ് ചാർട്ടുകൾ നോക്കാറുള്ളത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ. ഈ സ്റ്റോക്കുകളെല്ലാം കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റോക്കിന്റെ ചാർട്ട് എടുക്കും. ചാർട്ട് എടുത്തുകൊണ്ട് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ അദാനി പോർട്ടിലായിരുന്നു ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വരക്കും, ഇവിടെ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് വരക്കും, ഈ ലെവലിൽ സപ്പോർട്ട് വരക്കും. അതിനുശേഷം സ്റ്റോക്ക് എന്താ ചെയ്തിട്ടുള്ളത്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ അത് വലിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എൻട്രി എടുക്കില്ല. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടാണ് അത് ഡൗൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കില്ല. വേറെ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുക. നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ കാണുമല്ലോ, ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് വെക്കാം, ഇവിടെ സപ്പോർട്ടും വെക്കാം. ഇങ്ങനെ സപ്പോർട്ട് വെച്ചു, നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഓപ്പൺ ആയത് തന്നെ നമ്മുടെ സപ്പോർട്ട് ലെവലിലാണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ എവിടെയാണോ ഈ സ്റ്റോക്ക് ഓപ്പൺ ആയിട്ടുള്ളത് നോക്കണം. നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് ഗ്യാപ്പിലാണ്, ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് സെൽ ചെയ്യരുത്. നമ്മുടെ സപ്പോർട്ടോ നമ്മുടെ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണുന്ന സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ദിവസം സ്റ്റോക്കുകളുടെ ചാർട്ട് നോക്കും. നമ്മൾ ഇവിടെ അല്ല നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിന്റെ സ്കാൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോക്കുകളുടെ ചാർട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്റ്റോക്കുകളുടെ വാച്ച് ലിസ്റ്റ്, ആ സ്റ്റോക്കുകളുടെ ചാർട്ടിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വരച്ചു വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ആ സ്റ്റോക്കുകളിൽ നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുക. ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അതിന് പുറമെ ഇത്തരത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻട്രാഡേ ട്രേഡിംഗ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 20 സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ട്രേഡിംഗിന് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 20 സ്റ്റോക്കുകൾ നമ്മുടെ പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മൾ എത്ര ക്യാപിറ്റലാണോ അല്ലെങ്കിൽ എത്ര ഷെയറുകളാണ് ഓരോ കമ്പനിയുടെ, അതിപ്പോ ഞാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പേപ്പറിൽ എഴുതി വെക്കാറുണ്ട്. ഒരു 20 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എഴുതി വെക്കും. അതിൽ ഞാൻ എന്റെ പൊസിഷൻ സൈസിങ് പ്രകാരം ഓരോ സ്റ്റോക്കുകളിൽ ഏതിലാണോ സ്റ്റോക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏതാണോ ഇപ്പൊ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആ പേപ്പറിൽ നോക്കിയാൽ എനിക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഏഷ്യൻ പെയിന്റ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്ക് എടുക്കണം എന്നുള്ളത് എനിക്ക് കാണും. ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്ക് ആണ്, ഏഷ്യൻ പെയിന്റ്സ് ആണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൽ നോക്കിയിട്ട് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കിയിട്ട് എൻട്രി അടിക്കും. അങ്ങനെ ചെയ്യാറുള്ളത്. നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചാൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയി വെൽ ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിൽ സക്സസ് ആയി പോകാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇത് ഇത്തരത്തിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ല നമ്മൾ പെട്ടെന്ന് വരുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് കണ്ടു അതിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ് സംഭവിക്കാം, പ്രോഫിറ്റ് സംഭവിക്കാം. നമ്മുടെ മറ്റ് സ്ട്രാറ്റജികളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വേറെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സർ, ഇൻട്രാഡേയിൽ ഒരു സ്റ്റോക്ക് എടുത്ത ശേഷം അത് സ്ക്വയർ ഓഫ് ആവുന്നതിന് മുന്നേ ഡെലിവറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, അത് എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരാം.
അജിത്തെ ഇവിടെ വാ, ഒരു അക്കൗണ്ട് വേണല്ലോ. അനിൽ ഫണ്ടുണ്ടോ? 10,000 OTP എന്ന് പറയാം. പൂജ്യം 55 062 OTP തരാം. പറയും. പിന്നെ 60 ലോസാണോ അതൊക്കെ? ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്ക് എങ്ങനെ ഡെലിവറി കൺവേർട്ട് ചെയ്യാമെന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോ ഇന്ത്യൻ ഓയിലിന്റെ ഒരു ഷെയർ എടുത്തുകൊണ്ട് ഇന്ത്യൻ ഓയിലിന്റെ ഷെയർ നമ്മൾ ഇൻട്രാഡേയിലാണ് ബൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണാം, നമ്മൾ ഇൻട്രാഡേയിലാണ് ബൈ ചെയ്യുന്നത്. ഒരു ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്യുന്നു. ഒരു ക്വാണ്ടിറ്റി ഇൻട്രാഡേയിൽ ബൈ ചെയ്യണമെങ്കിൽ എത്ര വേണം ക്യാപിറ്റല്? 32.46 നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു ഷെയറിന്റെ പ്രൈസ് 162 ആണ്. നമ്മളിവിടെ ലിവറേജ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് എടുക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഓയിലിന്റെ ഷെയർ ജസ്റ്റ് 32 രൂപക്ക് ഇൻട്രാഡേയിൽ എടുത്തു. പ്ലേസ് ബൈ ഓർഡർ കൊടുത്താൽ അത് ബൈ ആവും. ഇവിടെ ഓർഡറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്ത്യൻ ഓയിലിന്റെ ഷെയർ 162.2 ആണ് സ്റ്റോക്കിന്റെ. നമ്മൾ എടുത്തുള്ള പ്രൈസ് 162.25 ആണ്. നമ്മൾ ഒരു ഷെയർ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻട്രാഡേയിലാണ്. ബൈ ഇൻട്രാഡേ എന്ന് കാണിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇൻട്രാഡേയിൽ എടുത്ത സ്റ്റോക്കാണ് നമ്മൾ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സ്റ്റോക്കിന്റെ പ്രോഫിറ്റും ലോസും കാണാൻ സാധിക്കുന്നുണ്ടോ? ഗെയിൻ ഓർ ലോസ് ഇവിടെ 0 ആണ് കാണുന്നത്. അതായത് 5 പൈസ ലോസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് 5 പൈസ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം ലോസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് ലോസിൽ സെല്ല് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ലോസിൽ സെല്ല് ചെയ്യാൻ താല്പര്യമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ 32 രൂപയാണ്. സ്റ്റോക്കിംഗ് പ്രൈസ് പക്ഷേ എത്രയാണ്? 162 രൂപ. അപ്പൊ നമുക്കിത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാഡേയിൽ യൂസ് ചെയ്തുള്ള ക്യാപിറ്റൽ 32 അല്ലേ? ആ 32-ൽ നിന്ന് ആ സ്റ്റോക്കിന്റെ പ്രൈസിലേക്ക് എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ടോ, അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മുടെ ട്രേഡിംഗ് ബാലൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഈ ഒരു ഓർഡറിന്റെ ഇവിടെ ഈ ഒരു 3 ഡോട്ട് ഓപ്ഷൻ കണ്ടല്ലോ. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ഓർഡർ എന്നൊരു ഓപ്ഷൻ കണ്ടോ? കൺവേർട്ട് ഓർഡർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി സെയിം തന്നെയാണ് കാണുന്നുണ്ടല്ലോ. നമ്മളിവിടെ ഈ ഒരു ഓപ്ഷനിൽ എടുത്തു. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ഓർഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളുടെ ക്വാണ്ടിറ്റി സെയിം ആണ്. ക്വാണ്ടിറ്റി സെയിം ആണെന്നല്ല, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഷെയർ എടുത്തിട്ടുള്ളൂ, ഞാനൊരു ഷെയർ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റി 1 കൊടുത്തു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, മാർജിൻ വേണോ ഡെലിവറി വേണോ എന്നുള്ളത്. നമ്മൾ നമ്മുടെ ക്യാഷ് ഫുള്ള് യൂസ് ചെയ്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിയിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് നേരെ മറിച്ച് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇൻട്രാഡേയിൽ ലിവറേജ് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഡെലിവറിയിലും നമുക്ക് ഇവിടെ ബ്രോക്കർ എക്സ്ട്രാ മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്റ്റോക്കുകൾക്ക് അനുസരിച്ചായിരിക്കും എത്രയും മാർജിനുകൾ തരിക എന്നുള്ളത് കാണാൻ സാധിക്കാം. നമ്മൾ ഇന്ത്യൻ ഓയിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. നമ്മൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 113 രൂപ മതി നമ്മൾ ചെയ്യേണ്ടത്. 70% ഇപ്പൊ പേയ്മെന്റ് ചെയ്യാം. ബാക്കി നമ്മൾ പിന്നീട് പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നീട് പേയ്മെന്റ് ചെയ്ത എന്നല്ല, നമ്മൾ ബാക്കി യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസം ഫ്രീ ആയിരിക്കും. ആ ഒരു ക്യാപിറ്റൽ നമുക്ക് ചാർജ് ഒന്നും വരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ മാർജിന് 0.049% ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു 10,000 രൂപയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് 0.049% ഓരോ ദിവസവും നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നതായിരിക്കും. നമുക്ക് അതല്ല നമ്മുടെ ഫുൾ ക്യാഷ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ എടുക്കുക.
കൺവേർട്ട് ഓർഡർ എടുക്കുക, അതിനുശേഷം ഇവിടെ ഡെലിവറി കൊടുക്കുക, കൺവേർട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ സ്റ്റോക്ക് എന്തായി മാറി, ഡെലിവറി ആയി മാറിയിട്ടുണ്ട്, ഡെലിവറിയിലേക്ക് കൺവേർട്ട് ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്തായിട്ടുണ്ട്, ഡെലിവറിയിലേക്ക് കൺവേർട്ട് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇൻട്രാഡേ എടുത്ത സ്റ്റോക്കുകൾ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ ഇപ്പോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് ഇൻട്രാഡേ എടുത്ത സ്റ്റോക്കുകൾ നല്ല ലോസിലേക്ക് പോവുകയാണെങ്കിൽ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണോ ബാക്കി നമ്മുടെ അതായത് ആ സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് നമ്മുടെ ട്രേഡിംഗ് ബാലൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് വന്ന് പ്രോഫിറ്റിൽ വന്നതിന് ശേഷം മാത്രം സെല്ല് ചെയ്താലും മതി. നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ലോസിൽ സെല്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ബാക്കി ക്യാഷ് എന്ത് ചെയ്യണം, ബാക്കി ബാലൻസ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ബാലൻസിൽ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സർ എല്ലാ സ്റ്റോക്കും ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ? ഏതൊരു കമ്പനിയുടെ സ്റ്റോക്ക് ആണെങ്കിലും ഇതുപോലെ ഇൻട്രാഡേ കഴിഞ്ഞിട്ട് ഇൻട്രാഡേയിൽ സ്ക്വയർ ഓഫ് ആവുന്നതിന് മുന്നേ നമുക്ക് ഡെലിവറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ സ്റ്റോക്കുകളും ഇൻട്രാഡേ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നമ്മൾ മുമ്പ് എടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും. ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, സംശയങ്ങൾ ഇല്ലാതിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയമൊന്നുമില്ല. അഭിജിത്ത്, അജിത്ത്, ഇബ്രാഹിം, ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അക്ഷയ് ബ്രോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറഞ്ഞ ഡൗട്ട് ഒന്നുമില്ല, ചെയ്തു വരുമ്പോഴാണ് ഡൗട്ട് തോന്നാറ്. ഓക്കെ. ഓക്കെ, അപ്പൊ ആർക്കും നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചാൽ മതി. ഒരു ട്രേഡ് ക്ലോസ് ചെയ്തില്ല ഇപ്പൊ ഒരു എക്സാമ്പിൾ അടിച്ചിട്ട്, അപ്പൊ അതിന്റെ ചാർജ് എങ്ങനെയായിരിക്കും ഇപ്പൊ പ്രോഫിറ്റിലാണെങ്കിലും? അതെ അതെ, ചിലപ്പോ 20 പൈസന്റെ മുകളിലുണ്ടാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു വേണ്ടി എടുത്തിട്ട് ട്രേഡ് ആയിരുന്നു അത്. നമുക്കിവിടെ ഇൻട്രാഡേ നമ്മൾ ഇപ്പൊ ഈ ട്രേഡ് ഞാനിവിടെ ക്ലോസ് ചെയ്തല്ലോ, ഞാനിവിടെ ക്ലോസ് ചെയ്ത ഡെലിവറി ആണെങ്കിലും ഈ ട്രേഡ് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് പരിഗണിക്കുക. സെയിം ഡേ തന്നെ ബൈയും സെയിം ഡേ തന്നെ സെല്ലിംഗ് ആയതുകൊണ്ട് ഡെലിവറിയിൽ അല്ലാതെ പരിഗണിക്കുക, ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ടാണ് പരിഗണിക്കുക. ഞാൻ ഇന്ന് എടുത്തു, ഇന്ന് തന്നെ സെല് ചെയ്തു. നമ്മൾ ഡെലിവറി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡെലിവറി എന്ന് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് ഇത് ഞാനല്ല, ഇത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് ബ്രോക്കർ പരിഗണിക്കുള്ളൂ. നമുക്കിവിടെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ ഒരു ഷെയർ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയില് നമുക്ക് ഏകദേശം 7 പൈസ ബൈ ചെയ്യുന്ന സമയത്ത് ചാർജ് വരും. 7 പൈസ മൊത്തത്തിൽ 5 പൈസ ബ്രോക്കറേജും എക്സ്റ്റേണൽ ടാക്സസ് എല്ലാം കൂട്ടി 1 പൈസയും, ടാക്സ് 1 പൈസയും എക്സ്റ്റേണൽ ചാർജ് 1 പൈസ, 7 പൈസ ബൈയിങ് സൈഡിലും വരും. സെല്ലിംഗ് സൈഡിൽ ഏകദേശം 10 പൈസ വരും. മൊത്തം 17 പൈസ ഈ ഒരു ട്രേഡിൽ നമുക്ക് ചാർജ് വരുന്നതായിരിക്കും. 17 പൈസ ചാർജ് വന്നതിന് ശേഷം ബാക്കി ഒരു 3 പൈസ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്ത ട്രേഡ് ആയതുകൊണ്ടാണ് നമ്മൾ ചാർജ് നോക്കാതെ അതെ എക്സിറ്റ് അടിച്ചത്. 17 പൈസ മൊത്തം ചാർജ് ഉണ്ടായിരിക്കും. ഫിക്സ് എമൗണ്ട് അല്ലേ? അല്ല, പെർസെന്റേജ് ആണ്. നമുക്ക് ബ്രോക്കറേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാല് നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ 7 പൈസ വരും. നമ്മൾ 10 ക്വാണ്ടിറ്റി എടുത്താൽ എത്ര വരും? 69 പൈസയാണ് ചാർജ് വരുന്നത്. ആ ചാർജ് വരുന്നത് നോക്കി ഇവിടെ കാണാൻ സാധിക്കും. ബ്രോക്കറേജ് വരുന്നത് 49 പൈസയാണ്. എക്സ്റ്റേണൽ ടാക്സസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടാക്സ് 5 പൈസ വരുന്നുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി 5 പൈസ, പിന്നെ സെബി ഫീസ് 0 ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ STT ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വരുന്നില്ല, GST 10. ഈ ചാർജസ് എല്ലാം ഫിക്സഡ് ആയിരിക്കും. ഈ കൊടുത്തിരിക്കുന്ന ചാർജസ് എല്ലാം. ബ്രോക്കറേജ് നമുക്ക് മാക്സിമം 20 രൂപ വരിക. നമ്മളൊരു 10 ഷെയറിന് പകരം 100 എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബ്രോക്കറേജ് 4.87 വരുന്നത്. ബ്രോക്കറേജ് 4.87, മൊത്തം ചാർജസ് 6.88. നമുക്ക് ചാർജ് വരുന്നത് എവിടെ അറിയോ? നമ്മുടെ ഈ ട്രേഡ് വാല്യൂ കണ്ടോ? ഈ ട്രേഡ് വാല്യൂവിന് പുറമെയാണ് ഈ ടോട്ടൽ ചാർജുകൾ വരുന്നത്.
നമ്മൾ എടുക്കുന്ന ഷെയറിന്റെ ടോട്ടൽ ട്രേഡ് ആ ടോട്ടൽ വാല്യൂവിന് പുറമെയാണ് ഈ ചാർജസ് എല്ലാം വരുന്നത്. നമ്മളിപ്പോ 100 ഷെയർ എടുക്കുമ്പോൾ 16,000 വരുന്നുള്ളൂ. നമ്മൾ 1000 ഷെയർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കറേജ് അവിടെ ഫിക്സഡ് ആയി 20. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബ്രോക്കറേജ് സെയിം തന്നെ ആയിരിക്കും. 20 രൂപയെ ബ്രോക്കറേജ് വരുന്നുള്ളൂ. നമ്മൾ 10,000 ഷെയർ എടുത്താൽ, അതായത് 16 ലക്ഷം രൂപക്ക് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് എത്ര വരുന്നത്? 136.55 ബൈ ചെയ്യുമ്പോൾ ചാർജ് വരുന്നത്. സെല്ല് ചെയ്യുമ്പോൾ ചാർജ് എത്രയാണ്? നമ്മൾ 10,000 ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കാണ്. സെല്ല് ചെയ്യുമ്പോൾ 493 ചാർജ് വരും. നമുക്ക് ഇവിടെ എക്സ്ട്രാ ചാർജ് എന്ന് പറയുന്നത് STT ആയിരിക്കും, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 4.06. ആ ഒരു ചാർജ് ഫിക്സഡ് ചാർജ് ആണ്. 0.01% ആണ് ഡെലിവറിക്ക് വരുന്നത്. ഇന്റർനെറ്റ് ട്രേഡിങ്ങിന് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ആ റേഞ്ചിലല്ല നമുക്ക് ഇതിന്റെ ഈ ഒരു എമൗണ്ടിന് പുറമെയാണ് ടാക്സ് വരുന്നത്. ആ ഒരു എമൗണ്ടിന് പുറമെ വരുന്ന ടാക്സ് ആണ് ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഒക്കെ വരുന്ന ചാർജസ്. അപ്പൊ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളുടെ, നമ്മൾ ഏത് സ്റ്റോക്കാണോ ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്നത്, അതിന്റെ ടോട്ടൽ വാല്യൂ, ട്രേഡ് വാല്യൂവിന് പുറമെയാണ് നമുക്ക് ആ ചാർജസ് ഇവിടെ വരുന്നത്. നോക്കി കാണാൻ സാധിക്കും. ഈ ട്രേഡ് വാല്യൂ ഇതിന് പുറമെയാണ് നമ്മുടെ എല്ലാ ചാർജസും വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളിപ്പോ PPCL ഷെയർ നമ്മൾ ഇൻട്രാഡേയിൽ എടുക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു 10 അല്ലെങ്കിൽ 100 ഷെയർ എടുത്ത് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇവിടെ ബൈ ചെയ്യുമ്പോൾ ഇത്ര ചാർജ് വരുന്നത് 24.89. സെല്ല് ചെയ്യുമ്പോൾ ഏകദേശം 37.82. അപ്പൊ 20 സെല്ല് 38 രൂപ ചാർജ് വരുന്നുണ്ട്. ബൈ ചെയ്യുമ്പോൾ 24, മൊത്തം 25 കൂട്ടാ, 38ഉം 25ഉം. അപ്പൊ ആ ടോട്ടൽ ചാർജ് എത്രയാണ് വരുന്നത്? അതിന് പുറമെ ഒരു എമൗണ്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കുള്ളൂ. മനസ്സിലായല്ലോ? നമ്മളിപ്പോ 100 ക്വാണ്ടിറ്റി ബൈ ചെയ്തു, 10 രൂപ പ്രോഫിറ്റ് കണ്ടു, നമ്മൾ സെല്ല് അടിച്ചു. ചാർജ് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് ലോസ് ആണ്. നമുക്ക് ചാർജ് നോക്കുമ്പോൾ ടോട്ടലി ലോസ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, നമുക്ക് മൊത്തം 63 രൂപയുടെ ചാർജ് വരുന്നുണ്ട്. അപ്പൊ 63ന് മുകളിൽ പ്രോഫിറ്റ് പോയാൽ മാത്രമേ നമ്മൾ ഈ ഷെയർ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്തുള്ളൂ, നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോ ട്രേഡ് എടുത്തു, 50 രൂപ പ്രോഫിറ്റ് കണ്ടു. നമ്മളിപ്പോ 100 ഷെയർ എടുത്തു. 100 ഷെയർ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്? നമ്മൾ എടുക്കുന്നത് 58,770 ഷെയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് 100 രൂപ പ്രോഫിറ്റ് വരിക, സോറി, നമുക്ക് 50 രൂപ പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് 50 നോക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് ആയി തോന്നുമെങ്കിലും ചാർജ് മാത്രം 63 രൂപ വരുന്നുണ്ട് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഈ 50 രൂപ പ്രോഫിറ്റ് വിറ്റിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടോട്ടൽ ചാർജസ് എത്ര വരും എന്നുള്ളത് നമ്മളോട് ശ്രദ്ധിക്കണം. ടോട്ടൽ ചാർജ് ബൈയിങ്ങിനും സെല്ലിങ്ങിനും കൂടി എത്ര ചാർജ് വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ പരിഗണിക്കണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് ബൈ ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്ത് പോയതിനു ശേഷം പിന്നീട് അത് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ എത്ര രൂപക്കാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ എന്ത് സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരമുള്ള പ്രോഫിറ്റും ലോസും ഒക്കെ നമ്മൾ ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കും ഇല്ല സംശയം? എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നത്. സംശയമില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്ന ടൈമില് അതിൽ NSE BSE ഉള്ളത് രണ്ടിൽ ഏത് ഓപ്ഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. NSE BSE തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കുകളിലെ ചെറിയ പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുള്ളൂ. നമുക്കിപ്പോ LIC ഇപ്പോൾ നമുക്ക് മുകളിൽ LICന്റെ BSE കാണാൻ സാധിക്കും, LICയുടെ NSE കാണാൻ സാധിക്കും. പ്രൈസ് ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ ഡിഫറൻസ് കാണാനൊന്നുമില്ലല്ലോ. ചെറിയ പൈസകളുടെ മാറ്റമേ ഉള്ളൂ. 907.35, 906.95. ഇപ്പൊ ഈ സമയത്ത് 40 പൈസന്റെ മാറ്റമുള്ളൂ. ചെറിയ പൈസകളുടെ മാറ്റമേ NSEയിലും BSEയിലും സ്റ്റോക്കുകൾ തമ്മിൽ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ LIC എടുത്താല്
LICയിൽ ഇന്ന് ഏകദേശം 22,74,565 ഷെയറുകൾ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. ടോട്ടൽ വോളിയം 22,74,000 ആണ്. BSEയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. 1,00,000 അത് BSEയിലുള്ളതിന്റെ 22 ഇരട്ടി ട്രേഡിംഗ് ഇന്ന് എവിടെ നടന്നിട്ടുണ്ട്? NSEയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൂ. വേറെ പ്രൈസുകൾ തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. NSE ആണെങ്കിലും BSE ആണെങ്കിലും ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ NSE കൂടുതൽ ട്രേഡ് എടുക്കണ അതില് ആകുമ്പോഴല്ലേ? NSEയിലാണ് കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് NSEയിലാണ്. ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് NSEയിലാണ്. ഓക്കെ, അപ്പൊ അതിലെടുക്കുന്നല്ലേ, ട്രേഡ് എടുക്കുന്നല്ലേ ലാഭം അപ്പൊ ഉണ്ടാവും? NSEയിൽ എടുത്ത് ഞാൻ ഇൻട്രാ ട്രേഡിംഗ് ഒക്കെ NSE തന്നെ എടുക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നമ്മുടെ സ്റ്റോക്കുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. BSEയിൽ സാധിക്കില്ല എന്നല്ല, BSEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NSEയിലാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നടക്കുക. ഓക്കെ. ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതല്ലാതെ പിന്നെ വേറെ ചാർജസിലോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ? NSE BSE ആണോ? അതെ അതെ അതെ. ഇല്ല ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ചാർജസ് എല്ലാം ഏറെക്കുറെ സെയിം തന്നെയായിരിക്കും. NSE ആണെങ്കിലും BSE ആണെങ്കിലും. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഒരു ക്ലാസ് കൂടി നെക്സ്റ്റ് ഡേ എടുക്കും. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ബുധനാഴ്ച ആയിരിക്കും. ഒരു ക്ലാസ് കൂടി നമ്മൾ എടുക്കും. അതിനുശേഷം നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്, എങ്ങനെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് ഒരു സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സെലക്ട് ചെയ്യാം എന്നുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഒരു ഡൗട്ട് കൂടി. പറഞ്ഞോളൂ. ഡെലിവറിയിൽ നമ്മൾ സെയിം ഡേ രാവിലെ ഒരു സ്റ്റോക്ക് മേടിച്ചു, കുറച്ച് കഴിഞ്ഞ് അത് സെല് ചെയ്തു, സെയിം ഡേ തന്നെ അത് പിന്നെ വാങ്ങിക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടോ? പറ്റും. സെയിം ഡേ തന്നെ വാങ്ങാം. ബ്രോക്കറേജ് അത്രയും കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ ആദ്യം എടുത്ത ട്രേഡ്, നമ്മൾ ആദ്യം ബൈ ചെയ്ത് സെല് ചെയ്തില്ലേ ആ സ്റ്റോക്ക്, ആ ട്രേഡ് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് പരിഗണിക്കും. നമ്മൾ ഡെലിവറിയിൽ സ്റ്റോക്ക് എടുത്തിട്ട് അത് സെയിം ഡേ തന്നെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിം ഡേ തന്നെ ബൈയിങ്ങും സെയിം ഡേ തന്നെ സെല്ലിങ്ങും ചെയ്യുന്നതുകൊണ്ട് അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ടേ പരിഗണിക്കുള്ളൂ. പക്ഷെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ബ്രോക്കറേജ് ഒരു ഈടാക്കുന്നില്ലേ? അപ്പൊ അതെങ്ങനെ? ട്രേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രോക്കറേജ് ഈടാക്കുള്ളൂ. നമ്മുടെ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മളെ ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ചാർജസ് ആയിരിക്കും പിന്നീട് ഈടാക്കുക. നമ്മുടെ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷം സെറ്റിൽമെന്റ് ടൈമിൽ അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയി പരിഗണിച്ചുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ചാർജസ് ആയിരിക്കും ഈടാക്കുക. ഓക്കെ ഓക്കെ. വേറെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ക്ലാസ് കൂടി ഉണ്ടായിരിക്കും സ്വിംഗ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്.